ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ഫ്രാക്ഷനായിട്ട് എഴുതാമെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്രാക്ഷൻ എങ്ങനെ ഡെസിമലാക്കി എഴുതാമെന്ന് പഠിച്ചിരുന്നു. അപ്പം നമുക്ക് നോക്കാം. ഈ 45.6 എന്ന നമ്പറിൽ ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റാണുള്ളത്. അതായത് ഒരു സീറോ ഉള്ള 10 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അങ്ങനൊരു ഡിജിറ്റ് കിട്ടുന്നത്. അതായത് 45.6 എന്ന നമ്പറിനെ നമ്മൾ ആദ്യം ഡെസിമൽ ഇല്ലാതെ എഴുതണം. ഡെസിമൽ ഇല്ലാതെ എഴുതുമ്പോൾ 456 എന്ന നമ്പർ കിട്ടും. 456നെ ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതണം. കാരണം ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണെങ്കിൽ ഒരു സീറോ ഉള്ള 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ആൻസർ 456 ഡിവൈഡഡ് ബൈ 10. ഇനി ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് എക്സസൈസ് നോക്കാം. കണ്ടോ, രണ്ടാമത്തെ പ്രോബ്ലം നോക്കിയേ. 45.67 എന്നാണ്. അപ്പം നമ്മളിത് ഡെസിമൽ ഇല്ലാതെ വായിക്കുമ്പോൾ 4567 എന്ന് എഴുതിയിട്ട് ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് 2 സീറോ ഉള്ള 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാൻ പറയുമ്പോൾ ഡെസിമൽ ഇല്ലാതെ എഴുതണം. പലരും ചെയ്തു വെക്കുന്ന തെറ്റാണ്. ഫ്രാക്ഷൻ ഫോമിൽ എന്ത് എഴുതി വയ്ക്കും? ഡെസിമൽ ഇട്ടിട്ട് ഡിവൈഡഡ് ബൈ 100 ഇട്ട് വയ്ക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഡെസിമൽ ഇല്ലാതെ നമ്പർ എഴുതുന്നു. ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റാണോ ഉള്ളത് അത്ര എണ്ണം സീറോ വരുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4.506 ആണ്. അപ്പോൾ അതിന് ഡെസിമൽ ഇല്ലാതെ വായിക്കുമ്പോൾ 4506 എന്ന് കിട്ടും. ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് 3 സീറോ ഉള്ള 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ 45.06 ആണ്. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. ഡെസിമൽ ഇല്ലാതെ ആദ്യം എഴുതുന്നു 4506 എന്ന് എഴുതുന്നു. ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ആയതുകൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 456.07 ആണ്. ഡെസിമൽ ഇല്ലാതെ എഴുതുമ്പോൾ 45,607 വരും. അപ്പോൾ ആഫ്റ്റർ ഡെസിമൽ 2 ഡിജിറ്റ് ആയതുകൊണ്ട് 2 സീറോ ഉള്ള 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് കുറേ പഠിക്കാം. ഓക്കെ, ബൈ.